എല്ലാവർക്കും ശ്രീമാത്സിലേക്ക് സ്വാഗതം. വിവിധ മത്സര പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാവശ്യമുള്ള കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക. 0.99 എത്ര കൂട്ടിയാൽ 2 കിട്ടും? നമുക്ക് എത്രയാണെന്ന് അറിയാത്തോണ്ട് അതിന് എക്സ് എന്ന് കൊടുക്കും. 0.99 കൂടെ എക്സ് കൂട്ടുമ്പോൾ 2 കിട്ടുന്നു. നമുക്ക് അറിയാത്തതിന് നമ്മൾ എപ്പോഴും എക്സ് എന്ന് കൊടുക്കുമല്ലേ മാത്സിന്. എക്സ് സമം 0.99 ഈക്വൽ സൈനിന്റെ ഇടത്ത് സൈഡിലുള്ളത് വലത്ത് സൈഡിൽ പോകുമ്പോൾ അതിന്റെ സൈൻ നേരെ അങ്ങ് മാറും, മൈനസ് ആകും. 2 - 0.99. 2 - 0.99 എന്ന് പറയാം. 2-ന് പകരം നമുക്ക് 2.00 എന്ന് എഴുതാം ചെയ്യാൻ സൗകര്യത്തിന്. 2.00 എന്ന് പറയാൻ 2 തന്നെയാണ്. അതായത് 2.00 0.99 മൈനസ് ചെയ്യുക. ഇവിടുന്ന് ബോറോ ചെയ്യുക. ഇവിടെ 0 അല്ലേ. 2-ന്ന് 1 ബോറോ ചെയ്താൽ ബാലൻസ് 1. ഇവിടെ 10 ആയി. ഇനി വീണ്ടും 1 ബോറോ ചെയ്താൽ ഇവിടെ 10 ആയി, ഇവിടെ 9 ആയി. 10-ന് 9 പോവുക 1, 0, 1-0 പോവുകയാണ്. 1.01 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ 0.99 വേറെ ഏതോ സംഖ്യയും കൂടെ കൂട്ടുമ്പോൾ 2 കിട്ടുന്നു. അങ്ങനെയാന്ന് ഞാൻ കൂട്ടിയ സംഖ്യ ഏതെന്നാ ചോദിച്ചേക്കുന്നത്. 0.99 കൂടെ എക്സ് കൂട്ടുമ്പോൾ 2 കിട്ടുന്നു. അപ്പൊ എക്സിന്റെ വില കാണാൻ ഈ 0.99 ഈക്വൽ സൈഡിന്റെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ അതിന്റെ സൈഡ് നേരെ ഓപ്പോസിറ്റ് ആകുന്നു, -0.99 ആകുന്നു. അപ്പൊ 2 - 0.99 എന്ന് പറയാൻ 2.2 എന്ന് പറയാൻ 2.00 എന്ന് എഴുതാം ചെയ്യാൻ സൗകര്യത്തിന്. -0.99 2.00 -0.99. ഇവിടുന്ന് 2-ന്ന് ബോറോ ചെയ്യുന്നു, ഇവിടെ 1. ഇവിടെ 10 ആകുന്നു. 10-ന്ന് വീണ്ടും ബോറോ ചെയ്യുന്നു, 10. ഇവിടെ 9. 10-ന്ന് 9 പോക 1, 9 -9 0, 1 - 0 1. 1.01 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 25-ന് മുൻപ് എത്ര പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ ഉണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. 25-ന് മുമ്പുള്ള അഭാജ്യ സംഖ്യകൾ എഴുതി നോക്കാം. 2, 3, 5, 7, 11, 13, 17, 19, 23. 9 എണ്ണമാണുള്ളത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇത് കണ്ടുപിടിക്കാനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് പറയാം. 2, 3, 5 അഭാജ്യ സംഖ്യകളാണെന്ന് നമുക്ക് അറിയാമല്ലോ. ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകങ്ങൾ ഉണ്ടാവുള്ളൂ, അഭാജ്യ സംഖ്യകൾ പ്രൈം നമ്പേഴ്സ്. ഇനി 6-ന്റെ ഗുണിതങ്ങൾ എഴുതും. ഇതിനു മുമ്പുള്ള 6, 12, 18, 24. അപ്പൊ ഇതിന് മുൻപും പിൻപും ഉള്ള സംഖ്യകൾ എഴുതുക. ഈ 6-ന് മുൻപുള്ള സംഖ്യ 5, 6-ന് ശേഷമുള്ളത് 7. അപ്പൊ ഇത് രണ്ടും അഭാജ്യ സംഖ്യകൾ. ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. ചില എക്സെപ്ഷണൽ കേസ് വരും, അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇനി 12, 12-ന് മുൻപുള്ളതും 12-ന് ശേഷമുള്ളത് എഴുതുക. 11, 13 അഭാജ്യ സംഖ്യകളാണ്. ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ്. 6-ന്റെ ഗുണിതങ്ങൾ എഴുതിയിട്ട് 6, 2, 3 അഭാജ്യ സംഖ്യകളാണെന്ന് നമുക്കറിയാം. 6, 12, 18, 24, 25-ന് മുമ്പുള്ള 6-ന്റെ ഗുണിതങ്ങൾ എഴുതുക. അപ്പൊ 6-ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെ? 6, 12, 18, 24. ഇനി 6-ന് മുൻപും 6-ന് ശേഷമുള്ള സംഖ്യ എഴുതുക. മുൻപുള്ളത് 5, ശേഷമുള്ളത്. അപ്പൊ ഇത് രണ്ടും അഭാജ്യ സംഖ്യകളാണ്. ഇനി 12, 12-ന് മുൻപുള്ളത് 12-ന് ശേഷമുള്ളത്. ഇത് രണ്ടും അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് ആണ്. ഇനി 18, 18-ന് മുൻപുള്ളത് 17, ശേഷമുള്ള 19. ഇത് രണ്ടും അഭാജ്യ സംഖ്യകളാണ്. ചില എക്സെപ്ഷണൽ കേസുകൾ കാണും, അത് എഴുതി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 24, 24-ന് മുമ്പുള്ളത് 23, ഇത് 25. ഇത് 23 അഭാജ്യ സംഖ്യയാണ്. നമുക്ക് കിട്ടി 5, 7, 11, 13, 17, 19, 23. എഴുതി നോക്കാതെ തന്നെ കിട്ടിയില്ലേ. മാർച്ച് 1-ാം തീയതി തിങ്കളാഴ്ച ആയാൽ ആ മാസം എത്ര ചൊവ്വാഴ്ചകൾ ഉണ്ടാകും എന്നാ ചോദിച്ചേക്കുന്നത്. മാർച്ചിലാകെ 31 ദിവസമാണ്. മാർച്ച് 1 തിങ്കളാന്ന് തന്നിട്ടുണ്ട്. 1 തിങ്കളാണെങ്കിൽ 2 ചൊവ്വയായിരിക്കുമല്ലോ തൊട്ടടുത്ത ദിവസം. മാർച്ച് 2 ചൊവ്വ. അപ്പൊ പിന്നെ 7 വീതം കൂട്ടി നോക്കിയാൽ മതി. 2ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ 9 ചൊവ്വയാണ്. 9ഉം 7ഉം 16, മാർച്ച് 16 ചൊവ്വയാണ്. പിന്നെ 7 കൂട്ടുക. 16, 7. മാർച്ച് 23 ചൊവ്വയാണ്. പിന്നെ 7 കൂട്ടുക.
മാർച്ച് 30 ചൊവ്വയാണ്. അപ്പൊ അതിൽ എത്ര ചൊവ്വാഴ്ചകൾ വരും എണ്ണി നോക്കാം. 1, 2, 3, 4, 5. ഓപ്ഷൻ സി ആണ് ഉത്തരം. മാർച്ചിലാകെ 31 ദിവസങ്ങളാണുള്ളത്. മാർച്ച് 1 തിങ്കളാണ് തന്നിട്ടുണ്ട്. 1 തിങ്കളാണെങ്കിൽ 2 ചൊവ്വയായിരിക്കും. മാർച്ച് 2 ചൊവ്വ, 2ന്റെ കൂടെ 7 കൂട്ടും, 9 ചൊവ്വ, പിന്നെ 7 കൂട്ടുക, 16 ചൊവ്വ, പിന്നെ 7 കൂട്ടുക, 23 ചൊവ്വ, 30 ചൊവ്വ. അപ്പൊ എത്ര ചൊവ്വ വരും? 5 ചൊവ്വാഴ്ചകൾ കാണും. സി ആണ് ഉത്തരം. 5 കിലോ ഗോതമ്പിന് 91 രൂപ. ഇവിടെ 183 രൂപയ്ക്ക് എത്ര കിട്ടും? 183 രൂപയ്ക്ക് എത്ര കിട്ടും? അതായത് 91 2 കൊണ്ട് ഗുണിച്ചാലാണ് 183 കിട്ടുക. 91യുടെ ഇരട്ടി. ഇവിടെ 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 5 കിലോ ഗുണം 2, അതായത് 10 കിലോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 5 കിലോ ഗോതമ്പിന് 91 രൂപ. അതായത് 183 രൂപ എന്ന് പറയാം. അതിന്റെ ഇൻറ്റു 2 അത് 183. അപ്പൊ 5 കിലോ ഇൻറ്റു 2 10 കിലോ. ഓപ്ഷൻ സി ആണ് ഉത്തരം. സെക്കൻഡിൽ 12.5 മീറ്റർ വേഗതയിൽ ഓടുന്ന 150 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 350 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ എത്ര സമയം എടുക്കും? ഇവിടെ സമയമാണ് ചോദിച്ചേക്കുന്നത്. സമയം കാണാൻ ആകെ ദൂരം ഡിവൈഡഡ് ബൈ സ്പീഡ്, വേഗത. ദൂരം ബൈ വേഗതയാണ്. അപ്പൊ ആകെ ദൂരം കാണാൻ ട്രെയിനിന്റെ ദൂരവും പാലത്തിന്റെ ദൂരവും കൂടെ കൂട്ടുക. 150 പ്ലസ് 350 500 മീറ്റർ കിട്ടും. വേഗത നമുക്ക് തന്നിട്ടുണ്ട് 12.5 മീറ്റർ. സെക്കൻഡിൽ 12.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 12.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 12.5 മീറ്റർ ഉള്ളൂ. അതാണ് സ്പീഡ്. ഡിസ്റ്റൻസ് എത്രയാണ്? 500. രണ്ടും കൂടെ കൂട്ടണം. പാലമായാലും പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് തന്നിട്ടും ചോദിക്കും. മീറ്റർ ലെങ്ത് ഉള്ള പ്ലാറ്റ്ഫോം കിടക്കാൻ എത്ര സമയം എടുക്കും? അപ്പൊ പാലമായാലും പ്ലാറ്റ്ഫോം ആയാലും എല്ലാം ട്രെയിനിന്റെ ദൂരവും പ്ലാറ്റ്ഫോമിന്റെ ദൂരവും അല്ലെ പാലത്തിന്റെ ദൂരവും കൂടെ കൂട്ടണം. 2 ദൂരവും കൂടെ കൂട്ടണം. 500 ഡിവൈഡഡ് ബൈ സ്പീഡ് എത്ര? 12.5 മീറ്റർ പെർ സെക്കൻഡ്. 12.5. യൂണിറ്റ് ഒന്നും മാറ്റണ്ട. ഇവിടെ സെക്കൻഡിൽ തന്നെയാണ് ഉത്തരം തന്നേക്കുന്നത്. സമം ഇവിടെ പോയിന്റ് പോകാൻ വേണ്ടി ഒരു 10 ഇട്ട് ഗുണിക്കാൻ താഴെ മുകളിലും. ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനമല്ലേ. 5000 ഡിവൈഡഡ് ബൈ 125. ഈ പോയിന്റ് അങ്ങ് പോകും അടിയല്ലേ. പോയിന്റ് പോകാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്തേ. 40 കിട്ടും 5000ത്തിന് ആയിരിക്കുമ്പോൾ 40 സെക്കൻഡ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. പ്ലാറ്റ്ഫോം കടക്കാനായാലും പാലം കടക്കാനായാലും എല്ലാം ചോദിച്ചാൽ ആകെ ദൂരം കാണാൻ ട്രെയിനിന്റെ ദൂരവും പാലത്തിന്റെ ദൂരവും കൂടെ കൂട്ടുക. അല്ലെ പ്ലാറ്റ്ഫോം ആകുന്നെങ്കിൽ ട്രെയിനിന്റെ ദൂരവും പ്ലാറ്റ്ഫോമിന്റെ ദൂരവും കൂടെ കൂട്ടുക. ഇവിടെ ടൈമാണ് ചോദിച്ചെങ്കിൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് കാണാൻ ആകെ രണ്ടും കൂടെ കൂട്ടുക. 150 350. തീവണ്ടിയുടെ ദൂരം 150, പാലത്തിന്റെ ദൂരം 350 മീറ്റർ. സ്പീഡ് തന്നിട്ടുണ്ട് സെക്കൻഡിൽ 12.5 മീറ്റർ ഓടുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഡ് എത്രയാണ്? 12.5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയാം. ഒരു സെക്കൻഡിൽ 12.5 മീറ്റർ. 40 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ഓടുന്നെന്ന് പറഞ്ഞാൽ അതിന്റെ വേഗത 40 കിലോമീറ്റർ പെർ അവർ. ഇവിടെ 40 സെക്കൻഡ് കിട്ടും. ഓപ്ഷൻ എ ആണ്. 5 സംഖ്യകളുടെ ശരാശരി 41 തന്നിട്ടുണ്ട്. 35 എന്ന ഒരു പുതിയ സംഖ്യയോടെ കൂടിയാൽ ആറാമതായി ചേർത്താൽ പുതിയ ശരാശരി എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ആവറേജ് കാണാൻ ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ, അതായത് ടോട്ടൽ കാണാൻ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആവറേജും നമ്പറും കൂടെ ഗുണിച്ചാൽ മതി. 5 സംഖ്യകളുടെ ശരാശരി 41 തന്നിട്ടുണ്ട്. അപ്പൊ 5 സംഖ്യകളുടെ ആകെ കാണാൻ എന്ത് ചെയ്താൽ മതി? 5 സംഖ്യകളുടെ ആകെ തുക എത്ര കാണാൻ എന്ത് ചെയ്താൽ മതി? 45. ആവറേജും എണ്ണവും കൂടെ ഗുണിച്ചാൽ മതി. 205 കിട്ടും. അപ്പൊ 5 സംഖ്യകളുടെ ആകെ ഉണ്ട്. ആറാമതൊരു സംഖ്യയും കൂടെ വന്നു. അപ്പൊ 6 സംഖ്യകളുടെ പുതിയ ശരാശരി കാണാൻ എന്ത് ചെയ്താൽ മതി? 5 സംഖ്യകളുടെ ആകെയും പിന്നെ ആ കിട്ടിയ നമ്പറും ചേർത്ത നമ്പറും കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. 5 സംഖ്യകളുടെ ആകെ ആറാമത്തെ നമ്പറും പിന്നെ എണ്ണം ആകെ ഡിവൈഡഡ് ബൈ എണ്ണം. അതായത് 240/6 40 കിട്ടും. ഓപ്ഷൻ സി ആണ് ഉത്തരം. പുതിയ ശരാശരി. അതായത് ഒരു ശരാശരി കാണാനുള്ള ഫോർമുല ആകെ ഡിവൈഡഡ് ബൈ എണ്ണം, ടോട്ടൽ ബൈ എണ്ണം. അപ്പൊ 5 സംഖ്യകളുടെ ആകെ എത്രയാണ്? ശരാശരി ഗുണം എണ്ണം. ശരാശരി 41 തന്നിട്ടുണ്ട്. 5 എണ്ണത്തിന്റെ 41 ഗുണം 5 205. 205ന്റെ കൂടെ വേറെ ഒരു 35 എന്ന സംഖ്യ കൂടെ കയറി. അപ്പൊ അത് രണ്ടും കൂടെ കൂട്ടണം ആകെ. അപ്പൊ 6 സംഖ്യകളുടെ ആകെത്തുക എന്ത് വരും? 205 പ്ലസ് 35. അപ്പൊ എത്ര വരും? 240. അതിന് ആകെ എത്ര എണ്ണം വരും? എണ്ണം കൊണ്ട് ഹരിക്കുക. ആകെ ഡിവൈഡഡ് ബൈ എണ്ണം. പുതിയ ശരാശരി കിട്ടി 40. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ 15/18 ക്വസ്റ്റ്യൻ മാർക്ക് ഡിവൈഡഡ് ബൈ 30. ഇങ്ങനെ വരുമ്പോൾ ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
18 ഗുണം ക്വസ്റ്റ്യൻ മാർക്ക് സമം 15 ഗുണം 30. ക്വസ്റ്റ്യൻ മാർക്കുള്ളിടത്ത് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. 18 ഗുണം എക്സ് എന്ന് പറഞ്ഞാൽ 15 ഗുണം 30. അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? കൂടെ കിടക്കുന്ന 18 കൊണ്ട് ഹരിക്കുക. 6 വെച്ച് കട്ട് ചെയ്യുക. 6 3 6 5 30, 6 3 18. ഇനി 3 5. എക്സിൻ്റെ വില 5 ഗുണം 5 വരും 25 ഓപ്ഷൻ ഡി ആണ്. ഇത് വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 15 ഗുണം 30 സമം 18 അതിൻ്റെ ക്വസ്റ്റ്യൻ മാർക്ക്. 18 എക്സിൻ്റെ വില 15 ഗുണം 30. അപ്പോൾ എക്സിൻ്റെ വില 5 ഗുണം 30 ഡിവൈഡഡ് ബൈ 18. 6 വെച്ച് കട്ട് ചെയ്യുക. 5 6 3 3 5. 5 ഗുണം 5 25 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ രണ്ട് ഫ്രാക്ഷൻസ് ഹരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണോ ഹരിക്കേണ്ടത് രണ്ടാമത്തെ ഫ്രാക്ഷൻ തിരിച്ചിട്ടങ്ങ് ഗുണിച്ചാൽ മതി. 3/13 ഗുണം 26/4. 13 2 26. 3 ഗുണം 2 6/4 വരും. അത് 2 വെച്ച് വീണ്ടും കട്ട് ചെയ്യാം. 3/2 ഓപ്ഷൻ എ ആണ് ഉത്തരം. 0 1 3 6 10 ഇങ്ങനെ പോകുന്ന ശ്രേണിയിലെ അടുത്ത സംഖ്യ അതെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടെ നോക്കാം, ഇതിൻ്റെ ഗ്യാപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. 0ൻ്റെ കൂടെ ഇവിടെ 1 കൂട്ടി, ഇവിടെ 1 2 3 3 കൂട്ടി, ഇവിടെ 3 3 6 1 കൂട്ടി 2 കൂട്ടി 3 കൂട്ടി 4 കൂട്ടി, ഇനി അടുത്തത് 5 കൂട്ടണം. 15 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം 15. ഈ ശ്രേണി എങ്ങനെയാ പോയേക്കുന്നത് നോക്കണം. 0 1 3 6 10 അങ്ങനെയാ പോയേക്കുന്നത്. അപ്പോൾ 0ൻ്റെ കൂടെ 1 കൂട്ടി 2 കൂട്ടി, 1ൻ്റെ കൂടെ 2 കൂട്ടി 3, 3ൻ്റെ കൂടെ 3 കൂട്ടി 6 6 4 10 10 5 15. 0 1 1 1 2 3 3 3 6 6 4 10 10 5 15. 1 കൂട്ടി 2 കൂട്ടി 3 കൂട്ടി 4 കൂട്ടി 5 കൂട്ടി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. റൂട്ട് ഓഫ് 0.0049. ഈ സ്ക്വയർ റൂട്ട് കാണാൻ പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 0.0049 കാണാൻ പറഞ്ഞാൽ റൂട്ടിനകത്ത് ദശാംശം കഴിഞ്ഞ് എത്ര സ്ഥാനം ഉണ്ടെന്ന് നോക്കണം. 1 2 3 4 പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനമുണ്ട്. നമ്മൾ ഇതിൻ്റെ വാല്യൂ അങ്ങ് എഴുതാം. 49ൻ്റെ റൂട്ട് എത്രയാണ്? 7. സ്ക്വയർ റൂട്ടിനകത്ത് 4 സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ 2 സ്ഥാനം, അതിൻ്റെ പകുതി സ്ഥാനമേ വരാവൂ. 4ൻ്റെ നേരെ പകുതി 2. ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളത് കൊണ്ട് ഒരു 0 കൂടെ കൊടുത്തു. 0.07. അതായത് 0.07 ഓപ്ഷൻ സി ആണ് ഉത്തരം. സ്ക്വയർ റൂട്ടിൽ 8 സ്ഥാനം ഉണ്ടെങ്കിൽ അതിൻ്റെ നേരെ പകുതി സ്ഥാനമേ വരാവൂ ആൻസറിൽ. സ്ക്വയർ റൂട്ട് ഓഫ് 49 നമുക്കറിയാം 7. അതങ്ങ് എഴുതുക ആദ്യം 7. ഇവിടെ സ്ക്വയർ റൂട്ടിനകത്ത് 4 സ്ഥാനമുണ്ട്. പോയിന്റ് കഴിഞ്ഞു 1 2 3 4 4 സ്ഥാനം ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ നേരെ പകുതി 2 സ്ഥാനമേ വരാവൂ. അതായത് 0.07, അതായത് 0.07 ഓപ്ഷൻ സി ആണ് ഉത്തരം. ഈ ക്രമത്തിൽ തുടർന്നാൽ 5ാമത്തെ ചിത്രത്തിൽ എത്ര വരകൾ ഉണ്ടാകുമെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ ചിത്രത്തിൽ എത്ര? 2 1 2 3 4. അടുത്ത ചിത്രത്തിലോ 2 2 2 4 4 3 7. അടുത്ത ചിത്രത്തിലോ 1 2 3 4 4 3 7 3 10. 4 4 3 7 7 3 10. അടുത്ത 3 3 കൂട്ടി 13. നമുക്ക് 5ാമത്തെ ചിത്രം ചോദിച്ചേക്കാം. 1 2 3 4 5 16 വരകൾ കാണും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. വരകളുടെ എണ്ണം നോക്കിയാൽ 4 7 10 13 അങ്ങനെ 3 3 വീതം കൂട്ടിയാണ് വരുന്നത്. അപ്പം മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ് തന്നിട്ടുണ്ട്. അമ്മയുടെ വയസ്സ് 51 തന്നിട്ടുണ്ട്. അപ്പം മകളുടെ വയസ്സ് കാണാൻ 51നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി. 3 മടങ്ങെന്നല്ലേ പറഞ്ഞേക്കുന്നത്. 17 വരും. ഓപ്ഷൻ ബി ആണ് ഉത്തരം. മകളുടെ വയസ്സിൻ്റെ 3 മടങ്ങാണ് അമ്മയുടെ വയസ്സ് തന്നിട്ടുണ്ട്. അമ്മയുടെ വയസ്സ് 51 തന്നിട്ടുണ്ട്. മകളുടെ വയസ്സ് കാണാൻ 3 മടങ്ങായതുകൊണ്ട് 51നെ 3 വെച്ച് ഹരിച്ചാൽ മതി. 17 കിട്ടും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എത്ര 8 ചേർന്നാണ് 2 ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എക്സ് 8 ചേർന്നാൽ 2 ഉണ്ടാകും. എക്സ് 8. അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? എക്സ് സമം 1/2 കൂടെ കിടക്കുന്ന 1/8 വെച്ച് ഡിവൈഡ് ചെയ്യുക. അതായത് ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 8/1 4 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം 4. എത്ര 8 ചേർന്നാണ് 2 ഉണ്ടാകുന്നത്? എക്സ് 8 എന്ന് പറയുന്നത് 2. അപ്പോൾ എക്സ് കാണാൻ 2 കൂടെ കിടക്കുന്ന 8 കൊണ്ട് ഹരിക്കുക. അതായത് 2 കൂടെ കിടക്കുന്ന 8 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ കൊണ്ട് ഹരിക്കാൻ വന്നാൽ രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ ഇട്ടിട്ട് വ്യുൽക്രമം ഇട്ടിട്ട് ഗുണിച്ചാൽ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 4 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇനി 6 ആളുകൾ ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കുമെങ്കിൽ ഒരാൾ ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദ്യം. അതായത്
6×10/1, അതായത് 60/1, 60 ഉത്തരം. ഓപ്ഷൻ സി ആണ്. 6 ആളുകൾ 10 ദിവസം കൊണ്ടൊരു ജോലി ചെയ്ത് കൊടുക്കുമെങ്കിൽ ഒരാൾ ആ ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 6×10/1 60/1, 60 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇവിടെ 15/18 ക്വസ്റ്റ്യൻ മാർക്ക് /30. ഇങ്ങനെ വരുമ്പോൾ ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 18 ക്വസ്റ്റ്യൻ മാർക്ക് 15 ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളിടത്ത് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. 18 എക്സ് എന്ന് പറഞ്ഞാൽ 15 അപ്പോൾ എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? കൂടെ കിടക്കുന്ന 18 കൊണ്ട് ഹരിക്കുക. 6 വെച്ച് കട്ട് ചെയ്യുക. 6 3 6 5 30, 6 3 18. ഇനി 3 5. എക്സിന്റെ വില 5×5 വരും, 25 ഓപ്ഷൻ ഡി ആണ്. ഇത് വെറുതെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 15×30 18 ക്വസ്റ്റ്യൻ മാർക്ക്. 18 എക്സിന്റെ വില 15×30. ഇപ്പൊ എക്സിന്റെ വില 5×30 ÷ 18. 6 വെച്ച് കട്ട് ചെയ്യുക. 5 6 3 3 5 5×5 25 വരും. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഈ 2 ഫ്രാക്ഷൻസ് ഹരിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണോ ഹരിക്കേണ്ടത് രണ്ടാമത്തെ ഫ്രാക്ഷൻ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. 3/13 × 26/4. 13 2 26. 3 × 2 6/4 വരും. അത് 2 വെച്ച് വീണ്ടും കട്ട് ചെയ്യാം. 3/2 ഓപ്ഷൻ എ ആണ് ഉത്തരം. 2 സംഖ്യകളുടെ ഉസാഗയും ലസാഗു ഉസാഗയും 144 24 എന്നിവ തന്നിട്ടുണ്ട്. സംഖ്യകളിൽ ഒരെണ്ണം 72 ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ എന്നാണ് ചോദിച്ചേക്കുന്നത്. സംഖ്യകളുടെ ഗുണനഫലം സമം LCM × HCF ആണ് ഓർത്തിരിക്കുക. ഒന്നാമത്തെ സംഖ്യ 72, രണ്ടാമത്തെ അറിയാത്തതുകൊണ്ട് എക്സ് എന്ന് കൊടുത്തു, സമം LCM × HCF. എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? കൂടെ കിടക്കുന്ന സിംപ്ലൈസ് എക്സ്. LCM കാണാൻ രണ്ടാമത്തെ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? 144 × 24 കൂടെ കിടക്കുന്ന 72 കൊണ്ട് ഹരിക്കും. 72 2 24. 2×24 കിട്ടും. 48 ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് അതിൻ്റെ LCM HCF കൂടെ ഗുണിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരു സംഖ്യയും അറിയാത്ത സംഖ്യയ്ക്ക് എക്സ് കൊടുത്തു. അതിൻ്റെ രണ്ടിൻ്റെയും ഗുണനഫലം എന്ന് പറഞ്ഞാൽ 144 × 24. നമുക്ക് എക്സ് കാണാനും 144 × 24 കൂടെ കിടക്കുന്ന 72 കൊണ്ട് ഇരിക്കുക. 22 2 144. 2×24 48. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇവിടെ നമുക്ക് എഴുതി നോക്കാം. ABCDE എന്നിങ്ങനെ 5 കുട്ടികൾ ഒരു വരിയിലാണ് നിൽക്കുന്നത്. എങ്ങനെയാണെന്ന് അവർ പറഞ്ഞേക്കുന്നത് പോലെ എഴുതി നോക്കാം. ബിയുടെയും ഡിയുടെയും ഇടയിലാണ് എ ഉള്ളത്. ഇനി ഡിയുടെയും ഇയുടെയും ഇടയിലാണ് സി. അങ്ങനെ എഴുതാം. ഡിയുടെ ഇയുടെ ഇടയിലായിട്ട് സി. അപ്പോൾ അറ്റത്ത് 2 അറ്റങ്ങളിലുള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ BE. ഓപ്ഷൻ എ ആണ് ഉത്തരം. BE. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 2021 മുതൽ 25 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നല്ല കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എക്സാം ഹാളിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ശ്രീമാസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെ കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.